അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് റേഞ്ച് ഓഫ് ഈ ലീനിയർ അപ്പോൺ ലീനിയർ ആണെങ്കിൽ ഡയറക്റ്റ് എന്താണ് ആർ മൈനസ് ഇവിടുന്ന് 3/2 ആ എക്സിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ റിയൽ നമ്പേഴ്സിന് ഈ പറഞ്ഞൊരു 3/2 കോസ്റ്റ് അതിനുള്ളതായിരിക്കും റേഞ്ച്. ഇനി ഇയാളുടെ ആണെങ്കിലും സിമിലർലി ആർ മൈനസ് ഇവിടെ -1 ആണ്. സോ -1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ശരി. പിന്നെ എന്താണ് ഇത് ക്വാഡ്രാറ്റിക് അപ്പോൾ ക്വാഡ്രാറ്റിക്, പക്ഷേ ഫാക്ടർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫാക്ടർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് x - 6ഉം x - 1ഉം റൈറ്റ്, പിന്നെ x - 3ഉം x - 1ഉം ഒക്കെ. അപ്പോൾ ഇത് കട്ടാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സിന് എന്താകാൻ പാടില്ല, 1 ആവാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ലീനിയർ അപ്പോൾ ലീനിയർ എന്ന രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഡയറക്റ്റ് റേഞ്ച് = 1, കാരണം 1/1. പിന്നെ x 1 കൊടുത്താൽ ഇവിടെ എന്താ വാല്യൂ കിട്ടാൻ, x 1 കൊടുത്തതിന് ദാറ്റ് ഈസ് -5 ഡിവൈഡഡ് ബൈ -2. ദാറ്റ് മീൻസ് 5/2 അതിനകത്ത് നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇതായിരിക്കും റേഞ്ച് ഉണ്ടാവുക. പിന്നെ ഇതാണെങ്കിലോ റേഞ്ച് ഓഫ് ഇതും ഫാക്ടറൈസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ കട്ടാകുമ്പോൾ അത് ഒഴിവാക്കും, സിമ്പിൾ. പിന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇഫ് ഫോർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx f of p into f of q that is less than 0, then ax² + b has exactly one root between p and q. പിയുടെയും ക്യൂവിൻ്റെ ഇടയിൽ എന്തായാലും ഒരു റൂട്ട് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റും എക്സാക്ട്ലി എന്ന രീതിയിൽ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ പി, ഇതാണ് നമ്മുടെ ക്യൂ. സോ ക്യൂവിൽ മേ ബി ഇത് രണ്ടാൾ മൾട്ടിപ്ലൈ ആയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഒരുത്തൻ്റെ വാല്യൂ പോസിറ്റീവ്, ഒരുത്തൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന രീതിയിലായിരിക്കും. അപ്പം എഫ് ഓഫ് ക്യൂ മേ ബി പോസിറ്റീവ് ആവാം, എഫ് ഓഫ് പി മേ ബി നെഗറ്റീവ് ആവാം. അപ്പോൾ എന്തായാലും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായാലും റൂട്ട് ഇങ്ങനെ വരണം അല്ലേ. അപ്പോൾ എന്തായാലും ഇവർ രണ്ടാളെ ഇടയിൽ ഒരു റൂട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. എക്സസൈഡ് കട്ടാവാണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. എവറി ഓഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് റിയൽ കോഫിഷ്യന്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് നമുക്കറിയുന്നതാണ്. ഫോർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദ മിഡ് പോയിന്റ് ഓഫ് എ റൂട്ട്സ് ഇസ് നത്തിങ് ബട്ട്. ഓക്കെ റൂട്ട് ഉണ്ട്, ഇതാണ് നമ്മുടെ റൂട്ട്. ഈ റൂട്ട്സിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വാഭാവികമായിട്ടും ദാറ്റ് ഈസ് നമ്മുടെ -b/2a നമ്മളെപ്പോഴും വിളിക്കുന്ന വെർട്ടെക്സ്. ഓക്കെ ഫോർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ f of x = f of x ഉം f of 2ഉം 5. ഓക്കെ f of 2 = 5, f of 4 = 5 എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ജസ്റ്റ് 2 4 2ലും 5 എന്ന് പറഞ്ഞാൽ 4ലും ഇതാണ് വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, മേ ബി ഇങ്ങനെ പോകും, ഒരേ വാല്യൂ 5 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ഇപ്പോൾ ഇതാണ് തൽക്കാലം നമ്മൾ y(x) എന്ന് വിചാരിച്ചോ. ഇത് 5 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പം ഓക്കെ രണ്ട് പോയിന്റിലും 5. നമുക്ക് വെർട്ടെക്സിൻ്റെ കാര്യം എന്താ അറിയാം അല്ലേ. നമ്മൾ വെർട്ടെക്സ് പ്രത്യേകം വെച്ചാൽ ഇതായിരിക്കും വെർട്ടെക്സ്. വെർട്ടെക്സ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ, എത്രയോ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇതാണ് ഒരേ നമ്പർ ആയിരിക്കും. അതേപോലെ വെർട്ടെക്സിൻ്റെ പ്രത്യേകത അത് സിമിട്രി ആയിരിക്കും. അപ്പോൾ ഈ 2ടെയും 4ടെ ഇടയിലായിരിക്കും വെർട്ടെക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ 2 + 4 ദാറ്റ് ഈസ് 6, 6/2 3. അപ്പോൾ 3 ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും വെർട്ടെക്സ്. ഓക്കെ കാരണം വെച്ചാൽ വെർട്ടെക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുറച്ച് ലെഫ്റ്റ് സൈഡ് 2 എന്ന് പറഞ്ഞ വാല്യൂവിൽ 5 വരുന്നുണ്ട്, 4 എന്ന് പറഞ്ഞ വാല്യൂവിൽ 5 വരുന്നുണ്ട്. അപ്പോൾ എത്രയോ പോയിട്ട് ഈ പറഞ്ഞ് ഇങ്ങോട്ട് എത്രയോ പോയിട്ട്, അതേപോലെ ഇങ്ങോട്ട് എത്രയോ പോയിട്ട് നമുക്ക് സെയിം വാല്യൂ വരുന്നുണ്ടെങ്കിൽ ആ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയതായിരിക്കും വെർട്ടെക്സ്. ദാറ്റ് മീൻസ് ഇങ്ങോട്ട് എത്രയാണ് പോയത്, 1 പോയി, അതേപോലെ റൈറ്റ് സൈഡിലേക്ക് 1 പോയി എന്ന രീതിയിൽ വരും. അല്ലെങ്കിൽ ഇപ്പോൾ വെർട്ടെക്സ് ഇതാണ്, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയും xv - 2. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - xv എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് xvയുടെ വാല്യൂ കിട്ടും എത്ര, 6. ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ചില വെർട്ടെക്സിൻ്റെ ലെഫ്റ്റിൽ കുറച്ച് സ്ഥലത്തേക്ക് പോയാലും റൈറ്റിൽ ഒരേ സ്ഥലത്തേക്ക് പോയാലും ഒരേ വാല്യൂ കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ആ എത്ര സ്ഥലത്തേക്ക് പോയി, ഇപ്പോൾ വെർട്ടെക്സിൻ്റെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ വാല്യൂ കിട്ടും, വെർട്ടെക്സിൻ്റെ ലെഫ്റ്റോട്ടേക്ക് ഒരു പി വാല്യൂയിലേക്ക് പോയാൽ ഒരേ കിട്ടുന്നുണ്ട്. അപ്പോൾ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2ലും 4ലും 5 വരുന്ന വാല്യൂ. അങ്ങനെ ആകുമ്പോൾ അത് രണ്ടിനും നടുക്കാവണമല്ലോ. കാരണം നടുക്കുള്ള ആ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്ര ലെഫ്റ്റോട്ടേക്ക് പോയി അതേ സെയിം അപ്പുറം റൈറ്റോട്ടേക്ക് പോയാലും വരുന്നുണ്ട് എന്ത് സെയിം വാല്യൂ, അതായിട്ട് 5. അതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് എന്ന രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടിയതോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് എഴുതി വെക്കാം, y². അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് 2 ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. 2x കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ t എന്ന് വിളിക്കും. 2x ദാറ്റ് ഈസ് ഈക്വൽ ടു t എന്ന് വിളിക്കും. സോ y² ഈസ് ഈക്വൽ ടു yt പ്ലസ് 2t ആൻഡ് y² മൈനസ് yt മൈനസ് 2t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് സുഖമായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. y² മൈനസ് 2yt പ്ലസ് yt മൈനസ് 2t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് ഞാനൊരു y കോമൺ എടുക്കാം. അപ്പം y മൈനസ് 2t കിട്ടും. ഇവിടുന്നോ t കോമൺ എടുക്കാം. അപ്പം t അല്ല, അപ്പോൾ ഞാൻ 2x t എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന t² ആവേണ്ട സ്വാഭാവികമായിട്ടും അല്ലേ. 2x t എന്ന് വിളിച്ചപ്പോൾ t² ആയിരിക്കും. അപ്പോൾ ഇയാളാരാ,
ഇവിടെ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ ടി കൊടുത്തു കഴിഞ്ഞാൽ y മൈനസ് 2t എന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്തായി y പ്ലസ് 1 ഇൻറ്റു y മൈനസ് 2t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു y ഏതർ -1 ആവാം, y ഈസ് ഈക്വൽ ടു 2t ആവാം. ഓക്കെ, അപ്പോൾ y -1 ആവാൻ പറ്റുമോ? y -1 ആവാൻ പറ്റില്ല. കാരണം വെച്ചാൽ y ലോഗിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആവാൻ പാടില്ല, എപ്പോഴും പോസിറ്റീവ് ആവണം. ഇനി y ഈസ് ഈക്വൽ ടു 2t ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2x എന്ന് പറയാൻ പറ്റും, റൈറ്റ്? വൈയുടെ വാല്യൂ 2x പ്ലസ് 1. ഇനി ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് ഞാൻ ആ വൈയുടെ വാല്യൂ എടുക്കും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 6. ഇവിടെ 2 ബാക്കോട്ടേക്ക് വരുമ്പോൾ 3 വരും. പിന്നെ ലോഗ് 2 വൈയുടെ വാല്യൂ 2 എന്തായിരുന്നു എക്സ് പ്ലസ് 1 ആണ്. ഇത് ബാക്കോട്ടേക്ക് വരും. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് x plus 1 into 3, the log 2 to 1 I, x square is equal to 1 plus 3x plus 3 and x square minus 3x minus 4 that is equal to 0, x minus 4 x plus 1 that is equal to 0, x is equal to 4, x is equal to minus 1 എന്നുള്ള ഓപ്ഷൻസ് വരും. ഇനി എക്സ് 4 ആവുന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ വി നോ ദാറ്റ് y is equal to 2x plus 1, റൈറ്റ്? സോ എക്സ് 4 ആണെന്ന് വൈയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. ഇനി എക്സ് -1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2/0 ദാറ്റ് ഈസ് y is equal to 1. സോ ഈ രണ്ട് വാല്യൂസ് ആണ് വരാൻ. ഓക്കെ, എന്നിട്ട് ഇവർ പറഞ്ഞ ഈ വാല്യൂസിലേക്ക് ഇത് ഡയറക്റ്റ് ഈ വാല്യൂ കൊടുത്തിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ചെറിയ മാത്തമാറ്റിക്കൽ ഗ്യാനാണ്. നമുക്കറിയാം y is equal to e⁻x ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ നേരെ പോവും. അത് ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇപ്പം e⁻x ആയതുകൊണ്ട്, പക്ഷേ ഇവിടെ ഉണ്ട് എക്സ്പോണൻറ്റ് അത് 0 1 ഇടയിലാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന രീതിയിൽ. അത് പോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ 0 ആയിട്ട് കൂട്ടിക്കൊണ്ടുന്ന ഈ പോയിന്റ് അല്ലേ, അവിടുത്തെ ഈ സ്ലോപ്പ് അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, 0 ആയിട്ട് എടുക്കുന്ന ഈ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ, എന്താ പറയുന്നത്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ഒറിജിൻ. അപ്പോൾ ഒറിജിൻ ആ ഒരു സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണ്, അത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റൻ ആണ്, എന്താണ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് e⁻x = 4x. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഗ്രാഫാണ്, ഇതൊരു ഗ്രാഫാണ്. 4x എന്ന് പറഞ്ഞാൽ എന്താ, x 0 മുതലുള്ള ഒരു ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് ആയിരിക്കും അല്ലേ, x 0 മുതലുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്. e⁻x എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ ഗ്രാഫ്. ഓക്കെ, ഇവർക്ക് രണ്ടൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവരുടെ ഗ്രാഫും എന്തായാലും കോയിൻസൈഡ് ആണ്, രണ്ടിനും ഒരു പോയിന്റ് വേണം. അങ്ങനെ ആവുന്ന സമയത്ത് e⁻x ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ശരി, ഇനി 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്ലോപ്പ് എത്ര ആയിരിക്കും? ഡെഫിനറ്റ്ലി എന്താണ് 2.718 ഈയുടെ വാല്യൂനേക്കാളും വലുതായിരിക്കും. ദാറ്റ് മീൻസ് ഈ ഗ്രാഫ് ഇങ്ങനെയല്ല ഉണ്ടാവാൻ. ഈ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവാൻ, നമ്മുടെ 4x എന്ന് പറയുന്ന ഗ്രാഫ്, ഇപ്പോൾ e⁻x ഗ്രാഫ് ഞാൻ ഓൾറെഡി വരച്ചു. ഈ 4x ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, ഈ പറഞ്ഞ സ്ലോപ്പ് എന്ന് പറയുന്ന സ്ലോപ്പിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരക്കാം, ഇങ്ങനെ വരക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ തട്ടും. അപ്പോൾ 2 പോയിൻറ്റ്സിൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന കാര്യം പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്താണെങ്കിൽ e⁻x x/2. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈനേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവാൻ, ഈനേക്കാളും ചെറുത്. അപ്പോൾ നോ സൊല്യൂഷൻ എന്ന രീതിയിൽ പറയാൻ പറ്റും. കാരണം ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, e⁻x എന്ന് പറഞ്ഞ ഗ്രാഫിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈയുടെ വാല്യൂനേക്കാൾ എന്ന് പറഞ്ഞ വാല്യൂനേക്കാളും കൂടുതലാണെങ്കിൽ സ്ലോപ്പ് എന്തായാലും നമുക്ക് 2 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട് പറയാൻ പറ്റും. അടുത്ത ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, എന്താണ് ഇത്, ഇപ്പോൾ നമ്മളെ റൂട്ട്സ് ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, എന്നിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷനുള്ള ഈ സാധനത്തിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ രീതിയിൽ ഓരോ കേസസ് രീതിയിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ ടൈപ്പാണ് ബോത്ത് റൂട്ട്സ് ഗ്രേറ്റർ ദാൻ എ ഗിവൺ നമ്പർ, ഒരു ഗിവൺ ഡീൻ്റെ നമ്പർ. അപ്പോൾ നമ്മളോട് പറയാണ് എന്താണ്, ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, ആ ഡീനേക്കാളും വലുതാണ് നമ്മുടെ റൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, അത് എക്സ് ആക്സിസിലുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ വരക്കാം, ഇതാണ് നമ്മൾ ഡി. ഓക്കെ, അപ്പോൾ ഡീനേക്കാളും വലുതാണ് നമ്മുടെ റൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്വേർഡ് പാരബോളിൻ്റെ കേസിൽ ഇങ്ങനെ ആവാം നമ്മുടെ റൂട്ട്, അല്ലെങ്കിൽ ഇത് ഡീനേക്കാളും വലുതാണ്. കാരണം ഇവിടെയാണ് റൂട്ട് ഉള്ളത്, ഇവിടെയാണ് റൂട്ട്. അപ്പോൾ 2 റൂട്ടും ഡീനേക്കാളും വലുതാണ് എക്സ് ആക്സിസ് പ്രകാരം. ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ ഓക്കെ, അടുത്തത് ഈ റൂട്ട് ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണേൽ പോവാം, ഇങ്ങനെയും പോവാം അല്ലേ, സോറി, ജസ്റ്റ് ഒരു ടച്ച് മാത്രം ചെയ്തിട്ട് അങ്ങനെയും പോവാം. ടച്ച് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഓക്കെ, ടച്ച് ചെയ്യുന്നുണ്ട്, അതങ്ങനെ വരുന്നില്ല, ഫൈൻ. അതുമാത്രമല്ല, വേണമെങ്കിൽ ടച്ച് ചെയ്യാണ്ടും പോയിക്കൂടെ. ടച്ച് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ക് പ്രകാരം പറയാം ഡീനേക്കാളും വലുതാണ്, പക്ഷേ റൂട്ട്സ് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കണം, നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ പോകുന്ന കേസിൽ നമ്മൾ പറയണം എഫ് ഓഫ് ഡി എന്തായിരിക്കണം, സ്വാഭാവികമായിട്ട് അത് പോസിറ്റീവ് ആവണം. ഇവിടെ എഫ് ഓഫ് ഡി പോസിറ്റീവ് ആണ്. നോക്കിയാൽ എഫ് ഓഫ് ഡി പോസിറ്റീവ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ്. പിന്നെ എന്താ ഉള്ളത്, എ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്.
പിന്നെ ഇവിടെ വെർട്ടെക്സ് ഡിനേക്കാളും വലുത്, ദാറ്റ് ഈസ് ഇക്വൽ ടു വി കൻ സേ -b/2a ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയാൻ പറ്റും. ഇത്ര ഇൻഫോർമേഷൻ പോരാ, കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ കേസ് ഉണ്ടെങ്കിലോ ഇത് ആക്ച്വലി റൂട്ട്സ് ഇല്ല എന്ന് വെച്ചാൽ ഡിയും ഒക്കെ കറക്റ്റ്, ഡി ഗ്രേറ്റർ ദാൻ 0 ആവുന്നുണ്ട്, പക്ഷേ റൂട്ട്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ കേസും കൂടി കൊടുക്കാം. ദാറ്റ് ഷുഡ് ബി ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻറ്റ്, ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കേസും കൂടി കൊടുക്കാം. ഓക്കെ, ഇതായി ആയല്ലോ. ഇനി അടുത്ത വെച്ചാൽ ഇത് നമ്മളോട് ആരെങ്കിലും പറയുന്നത് അപ്പോഴും പാരബോളയാണ് ഇല്ല. അപ്പം ഡൗൺലോഡ് പാരബോളക്കും ഇതേ കേസ് തന്നെയല്ലേ ഉണ്ടാവുക. ഡി ഡൗൺലോഡ് പാരബോൾ ആണെങ്കിലോ ഇങ്ങനെ ഉണ്ടാവും, ഐതർ ഇങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോവാം, അല്ലേ, ടച്ച് ചെയ്തിട്ട് പോകാം, ടച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് കേസ് കൊടുക്കാം. ഇവിടെ എന്താണ് f(d) സ്വാഭാവികമായിട്ടും നോക്കി നോക്ക് നെഗറ്റീവ്, സോ f(d) നെഗറ്റീവാണ്. പിന്നെ എന്താ a ദാറ്റ് ഈസ് ലെസ് ദാൻ 0, പിന്നെ എന്താ ഉള്ളത് -b/2a അത് ഡിനേക്കാളും വലുതാണ്. അങ്ങനെ -b/2a അത് ഡിനേക്കാളും വലുത് തന്നെയാണ് ഇവിടെയും. പിന്നെ d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്, കാരണം റൂട്ട്സ് അറ്റ്ലീസ്റ്റ് വേണമല്ലോ, ഒരെണ്ണമെങ്കിൽ വേണം. ഓക്കെ, ഇത് കഴിഞ്ഞു. പിന്നെ -b/2 അത് ഞാൻ പറഞ്ഞു, d ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസസിനും കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് രണ്ട് കേസസും മേ ബി ഇങ്ങനെ ആവാം നമ്മൾ പരബോള, ഇങ്ങനെ ആവും ക്വസ്റ്റ്യൻ അനുസരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മേ ബി പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഏത് പരബോളയാണ്, അപ്പോഴാണ് ഡൗൺവേർഡാണ്. അപ്പോൾ രണ്ട് കേസിൻ്റെ ഒരു സമ്മേഷൻ ആയിട്ടുള്ള രീതി, രണ്ട് കേസിനെ കൂട്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ f(d) അത് ലെസ് ദാൻ 0 വരുന്നുണ്ട്, അതുകൊണ്ട് ഓരോ കേസിലും f(d) മേ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, f(d)യും അതേപോലെ എയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ സൈനെ കാണിക്കും, കാരണം രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ ഇവിടെയും രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ഇട്ടത്. സോ ഐ കുഡ് സേ ദാറ്റ് എനിക്ക് രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും a(f(d) ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. പിന്നെ a ഗ്രേറ്റർ ദാൻ 0 അത് പറയാൻ പറ്റില്ല, ലെസ് ദാൻ 0 അതും പറയാൻ പറ്റില്ല. പിന്നെ d ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്തായാലും പറയാൻ പറ്റും. പിന്നെ രണ്ട് കേസസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് -b/2a ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ d എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കേസാണ് ഇവിടെ ടൈപ്പ് 1 വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ദി വാല്യൂസ് ഓഫ് ദ പാരാമീറ്റർ d ഫോർ വിച്ച് ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സീഡ്സ് ദി നമ്പർ 3. ഓക്കെ, അപ്പോൾ റൂട്ട്സ് 3നേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡെഫിനറ്റ്ലി a1 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ a ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള രീതി കിട്ടി. സോ ദിസ് ഇസ് അപ്വേർഡ് പാരാബോള. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ 3നേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. ഏത് റൂട്ട് ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. സോ എന്താണ് ഒന്നാമത്തെ കാര്യം, ദാറ്റ് ഈസ് f(3) ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. പിന്നെ a ഗ്രേറ്റർ ദാൻ 0 ഒബ്വിയസ്ലി അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കേസ് മാത്രം എടുത്താൽ, നേരത്തെ നമ്മൾ രണ്ട് കേസും സം ചെയ്തിട്ടുള്ള ഒരു കേസും കൂടി ഉണ്ട്, അതാണ് മൂന്നാമത്തെ കേസ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം ഓൾറെഡി 1 ഇവിടെ 1 ആണെന്നുള്ള കാര്യം കിട്ടി. പിന്നെന്താണ് -b/2a ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3. പിന്നെന്താ വേണ്ടത് d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ഡിസ്ക്രിമിനൻറ്റ്. f(3) ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ഇവിടെ കൊടുക്കുക, 3 വാല്യൂ കൊടുക്കുക. സോ 9 മൈനസ്, ഞാൻ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് f(3) ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നിന്ന് എനിക്ക് എന്താ കിട്ടിയത്, ഡിയുടെ വാല്യൂ 1 -∞ മുതൽ 9 യൂണിയൻ 11 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഈ വാല്യൂസ് കിട്ടി. ഇനി അടുത്തെന്താണ്, അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ -b/2a ഇവിടെ -b എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6d. സോ 6d/2 ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3. സോ 6d ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6. സോ d ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. സോ d 1നേക്കാളും വലുതാവണം. ഓക്കെ, അതൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഫാക്ടറൈസ് ചെയ്യുന്നതിൽ. അപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ റേഞ്ചിലാണ് d വേണ്ടത്. ഇനി അടുത്തത് d ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു ഓപ്ഷനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ദാറ്റ് ഷുഡ് എന്താണ്, ഡിസ്ക്രിമിനൻറ്റ് അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. സോ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് b². സോ ദാറ്റ് ഈസ് 36 d² മൈനസ് 4 ഇൻറ്റു, ഇപ്പോൾ ഡിയുടെ വാല്യൂ 1നേക്കാളും ഗ്രേറ്റർ ആർ ഈക്വൽ 1 എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ 3 കേസസാണ്, ഒരു കേസ്, 2 കേസ്, 3 കേസ്. ഈ 3 കേസും ഇത് കണ്ടീഷൻസ് ആണ്, കേസസ് അല്ല കണ്ടീഷൻസ് ആണ്, അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഇപ്പോൾ 3 കണ്ടീഷൻസും ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐ തിങ്ക് 11/9 ടു ഇൻഫിനിറ്റി ആണെന്ന് തോന്നുന്നു. 3 കേസും 11/9 ടു ഇൻഫിനിറ്റിയാണ് കിട്ടാൻ. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ടൈപ്പ് 2 എന്താ നോക്കാം. 1 റൂട്ട് ഈസ് ഗ്രേറ്റർ ദാൻ d and another root is less than d or d lies between. നമ്മളിപ്പോൾ പറഞ്ഞ ഈ നമ്പർ അത് 2 റൂട്ട്സിന് ഇടയിലാണെങ്കിൽ, നമ്മൾ d എന്ന് പറഞ്ഞ നമ്പർ 2 റൂട്ട്സിന് ഇടയിലാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എന്താണ് നമ്മുടെ പരാബോള അത് അപ്വേർഡാണെന്ന് വിചാരിച്ചോ, നമ്മൾ d ഉണ്ട്. ഓക്കെ, 2 റൂട്ട്സും ഡിയുടെ ഇടയിലാണ് എന്നാണ് പറയുന്നത്. 2 റൂട്ട്സും d 2 റൂട്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ എന്നുള്ളതല്ലേ, d lies between the roots. കറക്റ്റ്, d lies between the roots. അപ്പോൾ ഈ അപ്വേർഡ് പരാബോള ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് എന്താ ഇൻഫോർമേഷൻ കിട്ടുന്നത്, f(d)
ഷുഡ് ബി ലെസ് ദാൻ 0. കറക്റ്റ് അല്ലേ? നെഗറ്റീവ്. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ -b/2 ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കറിയില്ല എവിടെ വെർട്ടെക്സ് അല്ല. മേ ബി വെർട്ടെക്സ് ഒന്ന് അടുക്കാവാ, അല്ല ഈ സൈഡിലാവാ അതൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ ഇപ്പോൾ കറക്റ്റ് സിമെട്രി രീതിയിൽ വരച്ചുകൊണ്ട് പറയുന്നതാണ്. നേരത്തെ ഒബ്വിയസ്ലി പറയാൻ പറ്റും വെർട്ടെക്സ് എന്തായാലും ഈ ഡീനേക്കാളും വലുതാണെന്നൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്ത് ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ? വേറെ എന്തൊക്കെ ഇൻഫർമേഷൻ? അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറ്റും. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ അല്ലേ? വേണമെങ്കിൽ d ≥ 0 എന്ന് പറയാൻ പറ്റും അല്ലേ? പക്ഷേ അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. f(d) നെഗറ്റീവ്. ഓക്കെ, f(d) നെഗറ്റീവ് ആണ്. അത് ഒബ്വിയസ്ലി ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു റൂട്ട് എന്തായാലും ഉണ്ടാവും അല്ലേ? f(d) നെഗറ്റീവ് ആണെങ്കിൽ ഇതൊരു പരബോളയാണ്. പരബോളയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ പോകണം അല്ലേ? അതിനിങ്ങനെ പോകണം. ഇവിടെ നമ്മൾ a > 0 എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ f(d) നെഗറ്റീവ് ആണെന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് ഈ രണ്ട് കണ്ടീഷൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി d > 0 എന്നുള്ള രീതിയിൽ, കാരണം വെച്ചാൽ ഇത് അപ്വേർഡ് പാരബോള ഫൈൻ. അത് മാത്രമല്ല d < നെഗറ്റീവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്വേർഡ് പാരബോളയും കൂടിയാണ് നെഗറ്റീവാണ്. അപ്വേർഡ് പാരബോള എന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിക്ക് വേണ്ടി ഇങ്ങനെ ആവാം, അന്നേരം ഡിയുടെ നെഗറ്റീവ് വരും. ഓക്കെ, ഇവിടെ d നെഗറ്റീവ് അല്ല, d നെഗറ്റീവ് ആണെന്ന് കൊടുക്കുന്നുണ്ട്, അപ്വേർഡ് പാരബോളയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു റൂട്ട് ഇവിടെ x ആക്സിസ് തട്ടാണ്ട് ഒരു വകുപ്പില്ല. അതുകൊണ്ട് x ആക്സിസ് എന്തായാലും തട്ടും. ദാറ്റ് മീൻസ് എന്തായാലും റൂട്ട്സ് ഉണ്ട്. സോ d > 0 എന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ വെറുതെ സമയം വേസ്റ്റാണ്. സോ ഈ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആകെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി നമ്മൾ പരാബോള അഥവാ നമ്മൾ d എന്താണ് ഡൗൺവേർഡ് പാരബോള ആണെങ്കിൽ a < 0 ആൻഡ് f(d) ദാറ്റ് ഈസ് > 0. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ട് കണ്ടീഷൻസ്, ഇത് രണ്ട് കേസസ് ആണ്. ഈ കേസസ് നമ്മൾ യൂണിയൻ ചെയ്യണം. പക്ഷേ കേസസിൽ നമ്മളിങ്ങനെ ഡയറക്റ്റ് യൂണിയൻ ചെയ്യുന്നതല്ല. ഇവിടെ രണ്ടാളും നടക്കുന്നത് എന്താ? ഇവിടെ രണ്ടാൾ കോൺസ്റ്റൻ്റ് സാധനം എന്താ? അതെന്ന് പറയാൻ പറ്റുക f(d) × a ദാറ്റ് ഈസ് < 0. കാരണം രണ്ടുപേരും സൈൻ ഓപ്പോസിറ്റ് ആണ്. ഇവിടെയും സ്വാഭാവികമായിട്ടും f(d) × a അതും < 0. സോ നമ്മൾ രണ്ടുപേരും ഈ കേസസ് രണ്ടിൻ്റെയും ഒരു സമ്മേഷൻ നമുക്ക് എഴുതാൻ പറയാൻ കഴിയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, ഇത് അപ്വേർഡ് ആണോ ഇത് ഡൗൺവേർഡ് ആണോ ഉറപ്പിക്കാൻ പറ്റില്ല. സോ രണ്ടിൻ്റെയും കണ്ടീഷൻസ് കൂടിയിട്ടുള്ള ഒരു യോജിച്ച കണ്ടീഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് f(d) × a ഷുഡ് ബി < 0. പിന്നെന്താണ്? ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ d < 0 അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് k ഫോർ വിച്ച് വൺ ഓഫ് ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സീഡ്സ് 2 ആൻഡ് അതർ ഈസ് സ്മോളർ ദാൻ 2. അങ്ങനെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഒന്ന് 2 എന്ന് പറഞ്ഞ ഇതുണ്ട്. ഓക്കെ, വൺ ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സീഡ്സ് 2 ആൻഡ് അതർ ഈസ് സ്മോളർ ദാൻ 2. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്. നമ്മുടെ പോയിൻ്റ് ഒരു റൂട്ട് ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പം ഇതെന്തുകൊണ്ട് ഞാൻ അപ്വേർഡ് വരച്ചേ? അത് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്വേർഡ് എന്തുകൊണ്ട് വൈ ഡിഡ് ഐ? ഇപ്പോൾ ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ രണ്ട് റൂട്ട്സ്, അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ വേണം വരക്കായിരുന്നു. കറക്റ്റ് അല്ലേ? ഒരെണ്ണം ഒറ്റ ടച്ചിൽ മാത്രം. പക്ഷേ ഇവിടെ രണ്ട് റൂട്ട്സ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട 2ടെയും ഇപ്പുറവും രണ്ട് റൂട്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫൈൻ. പിന്നെ ഇത് അപ്വേർഡ് എന്തുകൊണ്ടാണ്? 1 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയേണ്ടത്? ദാറ്റ് ഈസ് f(2) × 2 ആണോ? അല്ല, a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1. ദാറ്റ് ഈസ് ഓൾവേസ് < നെഗറ്റീവ് എന്ന രീതിയിൽ < 0 എന്ന രീതിയിൽ പറയാൻ പറ്റും അല്ലേ? ഇതാണ് നമ്മൾ കണ്ടീഷൻ. ഓക്കെ, ഇത് കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഇനി f(2) കൊടുത്തു നോക്കാം. 2 4 4k - 4 പ്ലസ് k² പ്ലസ് k - 8 ദാറ്റ് ഷുഡ് ബി < 0 ആൻഡ് k² - 3k. ബാക്കി ചെയ്തതിന് ഉത്തരം സിമ്പിളായിട്ട് -2 മുതൽ 3 വരെ കിട്ടും. ഓക്കെ, ടൈപ്പ് 3 ആണ്. എക്സാക്ട്ലി 1 റൂട്ട് ലൈസ് ബിറ്റ്വീൻ d ആൻഡ് e. രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ഒറ്റ റൂട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും പരിപാടി എങ്ങനെയാണ്? ഓക്കെ, അപ്പം എന്താ ആദ്യം വരക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാൻ പറ്റും അപ്വേർഡ് ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്വേർഡിൻ്റെ കേസസ് നമുക്ക് വരക്കളയാം. അപ്വേർഡിൻ്റെ എങ്ങനെ വരക്കാൻ? അപ്വേർഡിനെ ഞാൻ ഇത് ഇങ്ങനെ വരക്കും. ഐദർ ഇങ്ങനെ വരക്കാം. സോറി, ഇങ്ങനെ വരക്കാമല്ലോ, കറക്റ്റാണ്. അപ്പോൾ ഒരു റൂട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാം. അപ്വേർഡിൻ്റെ ഈ രീതിയിലും സാധ്യതയുണ്ട്, രണ്ട് സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് സാധ്യതകൾ സാർ എന്താ ഇവിടെയും രണ്ട് സാധ്യതകൾ കൊടുക്കുന്നുണ്ട്. രണ്ട് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ ഇവിടെ f(d)യുടെ വാല്യൂ ഇവിടെ നോക്കാം. ഇവിടെ എന്താ f(d)യുടെ വാല്യൂ അതെന്താ പോസിറ്റീവാണ്. പക്ഷേ f(e)യുടെ വാല്യൂ നെഗറ്റീവാണ്. ശരി, ഇനി ഇവിടെ ആണെങ്കിലോ f(d)യുടെ വാല്യൂ പോസിറ്റീവാണ്, അല്ല നെഗറ്റീവാണ്. f(e)യുടെ വാല്യൂ പോസിറ്റീവാണ്. രണ്ടുപേർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താ ഉള്ളത്? f(d). രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്തതിന് f(e) × f(d) അതെന്താണ് < 0 എന്നുള്ളതാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് രണ്ടുപേർക്കും.
ശരി, ഇവിടെ എ ആണെങ്കിലോ എ ഗ്രേറ്റർ ദാൻ 0, അത് നമ്മുടെ കണ്ടീഷൻ നമ്മൾ അപ്പോൾ ഇടുന്നത്. പിന്നെ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിൻ്റെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഡി നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഇവിടെ ഡി പോസിറ്റീവാണ്, എന്തായിക്കോട്ടെ എഫ് ഓഫ് ഡി ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. എഫ് ഓഫ് ഡി നെഗറ്റീവാണ്. ഓക്കെ, പിന്നെ എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്വേഡ് ആയതുകൊണ്ട് എന്തായാലും ഒരു റൂട്ടിലാണ് നിൽക്കൂല എന്നുള്ള ഒബ്വിയസ് ആണ്. സോ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആണെങ്കിൽ എഫ് ഓഫ് വി അത് നെഗറ്റീവാണ്. ശരി, പിന്നെ അപ്വേഡ് ആണ്, അതുകൊണ്ട് എന്തായാലും റൂട്ട് ഉണ്ടാവും. സോ ഈ ഒരു കണ്ടീഷൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, അപ്പോൾ അത് വേണ്ട. ശരി, അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺലോഡ് ആയിക്കൂടെ? ഡൗൺലോഡ് ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സെയിം കണ്ടീഷൻ തന്നെയാണ്. എന്ത് കോൺസ്റ്റൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇ ഇൻറ്റു എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് ലെസ് ദാൻ 0, രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എ ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ്. പിന്നെ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പം ഇതിൻ്റെ നോൺ നീഡാണ്. അപ്പം ഞാൻ ഇനി ഇവ രണ്ടാൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻ അപ്പോഴും ഡൗൺലോഡ് മേ ബി ആവാം, ഏതും ആവാം. അത് രണ്ടിൻ്റെ ഒരു സമ്മേഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടാൻ ഈ പറഞ്ഞ കണ്ടീഷൻ രണ്ടുപേരും കോമൺ ആണ്. പിന്നെ എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെയാണ് ഒരു കളി വരുന്നത്. കാരണം ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0, ഇവിടെ എ ലെസ് ദാൻ 0. ശരി, അത് രണ്ടും ആവണമെന്നില്ല. പക്ഷേ എന്തായാലും എ 0 അല്ലാണ്ടിരിക്കണം. 0 ആണെങ്കിൽ പിന്നെ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അതൊരു പാരബോള അല്ല. ഓക്കെ, ഇവിടെയായിരിക്കും നേരത്തെ ഒന്നും ഈ പറഞ്ഞ എ ലെസ് ദാൻ 0 നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഓക്കെ, അത് കറക്റ്റാണ് അല്ലേ? അതെന്തുകൊണ്ട് നേരത്തെ ഒന്നും എ ലെസ് ദാൻ 0 പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യം വലിയ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെയുള്ള കേസസിൽ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളെന്താണ് ടൈപ്പ് 2ൽ എ ഗ്രേറ്റർ ദാൻ 0, എ ഗ്രേറ്റർ ദാൻ 0 നമ്മളിതാ ഇവിടെ എന്താ പറയുന്നത് എ ഇൻറ്റു എഫ് ഓഫ് ഡി. നോക്കിക്കോ, എ ഇൻറ്റു എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും എ 0 ആവാൻ പാടില്ല. എ 0 ആയിക്കഴിഞ്ഞാൽ 0 ദാറ്റ് ഈസ് ലെസ് ദാൻ 0, ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി ഈ പറഞ്ഞ കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ടൈപ്പ് 3 വരുന്ന സമയത്ത് എഫ് ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എ, ഇവിടെ എ എന്ന് പറയുന്ന സാധനം ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്ത് പറയണം എ നോട്ട് ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരണം. ഓക്കെ, അവിടെയാണ് കളികൾ. ഇനി ഇത് മാത്രമല്ല പോസിബിലിറ്റി. കാരണം വെച്ചാൽ ഇവർ വെച്ചാൽ എക്സാക്ട്ലി വൺ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ഡിയുടെയും ഇയുടെയും ഇടയിൽ രണ്ട് റൂട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ഡിയും ഇയും ഒരു രീതിയിൽ ഇങ്ങനെ ആയിക്കൂടെ? എനിക്ക് വേണമെങ്കിൽ എന്താണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിക്കൂടെ? അപ്പോൾ നോക്കിക്കോ, ഇത് ഡിയുടെ മുകളിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ശരി, ഇങ്ങനെ ആയിക്കൂടെ? കറക്റ്റാണ്. ഡിയുടെ മുകളിലൂടെ പാസ്സായിട്ട് പിന്നെ ഒരു റൂട്ട് ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. ഓക്കെ, ഇതേപോലെ തന്നെ ഇയുടെ മുകളിലൂടെയും പാസ് ചെയ്യാൻ പറ്റും, ഇയുടെ മുകളിലൂടെയും പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളായിരിക്കും എന്തുകൊണ്ട് ഡൗൺവേർഡിൻ്റെ കേസും കൂടി എടുക്കുന്നില്ല? ഡൗൺവേർഡിൻ്റെ കേസ് ശരി, ഞാൻ ഡൗൺവേർഡും കൂടി എടുത്ത എന്താ വ്യത്യാസം? എന്താ ഡൗൺവേർഡും കൂടി എടുത്തതിന് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇതെന്താ വലിയ വ്യത്യാസം ഉണ്ട്. പക്ഷേ നമ്മൾ ഇനി എടുക്കാമെന്ന കേസ് നീ നോക്കിക്കോ. ഞാൻ പറഞ്ഞു ഐദർ ഡിയുടെ മുകളിലൂടെ പാസ് ചെയ്തിട്ട് പോവാം. ദാറ്റ് മീൻസ് എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് എഫ് ഓഫ് ഡി നമ്മൾ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂസ് കിട്ടും. അതിനകത്ത് എക്സിൻ്റെ ഒരു വാല്യൂ സ്വാഭാവികമായിട്ട് ഡി ആയിരിക്കും. കാരണം ഡിയുടെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മീൻസ് ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. പിന്നെ മറ്റൊരു വാല്യൂ കിട്ടും. ഓക്കെ, ആ എക്സിൻ്റെ മറ്റൊരു വാല്യൂ അത് ഡിയുടെയും ഇയുടെയും വാല്യൂ ആണ്. ഡിയുടെയും ഇയുടെയും ഇടയിലാണെങ്കിൽ നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് സാധനത്തിൻ്റെ വാല്യൂ കിട്ടേണ്ടത് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ആ അടുത്ത വാല്യൂ എന്താണ് ഡിയുടെയും ഇയുടെയും ഇടയിലല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ദി പോസിബിൾ വാല്യൂസ് ഓഫ് എ ഫോർ വിച്ച് എക്സാക്ട്ലി വൺ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ലൈസ് ഇൻ 0 മുതൽ 3 വരെ. നമുക്ക് നോക്കാം. ഇപ്പം എന്താ പറയുക വെച്ചാൽ 0യുടെയും 3യുടെയും ഇടയിൽ ഇവിടെ ഓൾറെഡി നമുക്ക് 1 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് അപ്പോഴും പാരബോള ഓബ്വിയസ് ആണ്. 0യുടെയും 3യുടെയും ഇടയിലാണ് നമ്മുടെ റൂട്ട്സ് ഉള്ളത്. ഒറ്റ എക്സാക്ട്ലി വൺ റൂട്ട്. അപ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. എന്തായാലും രണ്ടിലും കോമൺ ആയിട്ടുള്ള കേസ് നമ്മൾ രണ്ട് കേസ് ടോട്ടൽ 4 സാധനങ്ങൾ വരും. 4 കേസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് 0 ഇൻറ്റു എഫ് ഓഫ് 3 ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ഈ ഒരു കണ്ടീഷൻ മാത്രം. ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0, റൈറ്റ്? ഇവിടെ എ നോട്ട് ഈക്വൽ ടു 0 അത് ഒബ്വിയസ് ആണ്, 1 ആയതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു 0. സോ അത് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു. ഈ ഒരു കണ്ടീഷൻ മാത്രം. സോ എഫ് ഓഫ് 0 ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2a ഇൻറ്റു എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 9 മൈനസ് 9 പ്ലസ്, സോ ഇത് 9 അല്ല, സോറി. ഇവിടെ എനിക്ക് കിട്ടിയ മൈനസ് 3a പ്ലസ് 26 ആണ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒന്നുകൂടി 2a ഇൻറ്റു 26 മൈനസ് 3a ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കണം. ഓക്കെ,
ഓക്കെ, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് എ ആണ് അല്ലേ? ഇത് എ ആയതുകൊണ്ട് ഇത് 26 അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഒരു കാര്യം ചെയ്യാം, ഒരു എയും 9ഉം ഇടക്കിടക്ക് മാറിപ്പോകുന്നു എന്താ. സോ ലാസ്റ്റ് കിട്ടാൻ 6 മൈനസ് എ ആയിരിക്കും. 6 മൈനസ് എ അത് ലെസ് ദാൻ 0. സോ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം കിട്ടും. എന്താണ്, ഒന്ന് 0, പിന്നെ എയുടെ വാല്യൂ അത് 6 പ്ലസ് മൈനസ് പ്ലസ് 0 മുതൽ 6 വരെയാണ് എന്ത് എയുടെ വാല്യൂ വരാൻ. കറക്റ്റ് അല്ല? ഒരു മിനിറ്റ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ വേവ് കർവ് മെത്തേഡിന് തെറ്റാണ്. അപ്പം എന്ത് ചെയ്യും, 2a ഇൻറ്റു എ മൈനസ് 6 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എന്നിട്ട് നമുക്കാണ് വേവ് കർവ് അപ്ലൈ ചെയ്യുക. 0 6 പ്ലസ് മൈനസ് പ്ലസ് എന്നിട്ട് പ്ലസ് എടുക്കണം. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ യൂണിയൻ 6 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇപ്പം എയുടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ട് എക്സ്ട്രാ പോസിബിലിറ്റീസും കൂടിയുണ്ട്. ന്യൂ പോസിബിലിറ്റീസ് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? 0ഉം 3ഉം. 0ഉം 3ഉം. ഒന്നെങ്കിൽ 0ൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു റൂട്ട് കറക്റ്റ് 0ൻ്റെ മുകളിൽ പോയിട്ട് ഇതാ ഒറ്റൊരു പോയിന്റിൽ മാത്രം. ഇവർ രണ്ടാളെ ഇടയിലായിട്ട് ഒരു പോയിന്റിൽ എന്താണ് എക്സ് ആക്സിൽ തട്ടുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0ഉം 3ഉം 3യുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രം ഇവരുടെ ഇടയിൽ ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ. കറക്റ്റാണ്. ഇതും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2a ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ എ ഈസ് ഈക്വൽ ടു 0. ഇനി എ ഈസ് ഈക്വൽ ടു 0 ഈക്വേഷൻ ഇടാൻ എ ഈസ് ഈക്വൽ ടു 0 ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. എക്സ് കോമൺ എടുക്കുക, എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ എക്സിന് ഐദർ 0 ആവാം, എക്സിന് എന്ത് കിട്ടും 1 ആവാം. ഇത്രയും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരെണ്ണം എക്സ് 0 കറക്റ്റാണ്, 1 0യുടെയും 3യുടെ ഇടയിലാണോ? കറക്റ്റാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഇറ്റ്സ് റിജക്റ്റ് ചെയ്യാണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത 0 മുതൽ 3 വരെ. സോ അതിലെന്താ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കേസ്. എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0. 3 ഇട്ട് കൊടുക്കാം. 3 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 9 മൈനസ് a plus 1 into 3 plus 2a that is equal to 0 and അങ്ങനെ എയുടെ വാല്യൂ 6 ആവും. അപ്പോൾ എയുടെ വാല്യൂ 6 ഈ പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എയുടെ വാല്യൂ 6 ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ ഫെർദർ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് എന്താ എക്സ് 3 കിട്ടി. ഓക്കെ, പിന്നെ 4 0യുടെ ഇടയിലും അല്ല, അപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് റിജക്റ്റ് ആണ്. അപ്പോൾ എ 0 ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ്. സോ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത ഏരിയയിൽ 0 ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് ഇവർ രണ്ടാളും നമ്മൾ ന്യൂ പോസിബിലിറ്റീസ് ഇൻ്റർസെക്റ്റ് ചെയ്യണം. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 ആക്സെപ്റ്റഡ് ആണ്. നേരത്തെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരുന്നു, അല്ല ഓപ്പൺ ആയിരുന്നു, ഇപ്പം ക്ലോസ്ഡ് ആക്കി. യൂണിയൻ 6 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇതാണ് ഫൈനൽ ആൻസർ. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം. ടൈപ്പ് 4 ബോത്ത് റൂട്ട്സ് ലൈ ഇൻ ഡി ഇ. ഓക്കെ, രണ്ട് റൂട്ട്സും ഡി ഇ ഇടയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതൊരു നല്ല ടൈപ്പാണ് അല്ലേ. അപ്പം എങ്ങനെയാ, ഡി ഉണ്ട് ഇ ഉണ്ട്, ഇവരുടെ ഇടയിലാണ് രണ്ട് റൂട്ട്സ് ഉള്ളതെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. ഇത് അപ്പോഴും പാരബോളിൻ്റെ കേസ്. അല്ലെങ്കിൽ ഇങ്ങനെ ആവാം അല്ലേ, ഇങ്ങനെ ആവാമല്ലോ. ഇവിടെ ആണെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ ആവാം. അല്ലെങ്കിൽ എന്താണ്, ഡി ഉണ്ട് ഇ ഉണ്ട്, കുറച്ചുകൂടി ഡി ഇ ഐദർ ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണക്കാക്കണം. ഇത് ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇതും കൂടി കണക്കാക്കണം. ഇതിൻ്റെ ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നീ ഇപ്പോൾ പറഞ്ഞു നോക്ക്, ഇപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് ഡി ദാറ്റ് ഇസ് പോസിറ്റീവ്, എഫ് ഓഫ് ഇ ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 0 ശരി. അത് നമ്മൾ അഥവാ ഈ പറഞ്ഞ ഇയാൾ അഥവാ ഇങ്ങനെയാണെങ്കിലും എഫ് ഓഫ് ഡി ഓൾസോ പോസിറ്റീവ്, എഫ് ഓഫ് ഇ ഓൾസോ പോസിറ്റീവ് എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് അല്ലേ, അത് ആവുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു കേസും കൂടി എടുക്കണം. ഡി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നുള്ള കേസും കൂടി എടുക്കണം. കാരണം വെച്ചാൽ അഥവാ ഇങ്ങനെയുള്ള കേസിലും എഫ് ഓഫ് ഡിയും എഫ് ഓഫ് ഇ ഒക്കെ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് എന്താ തട്ടുന്നില്ല, ഓക്കെ, റൂട്ട്സ് ഇല്ല അതിന്, അതുകൊണ്ട് അങ്ങനെ പാടില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കേസാണുള്ളത്, ഒന്ന് എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് പോസിറ്റീവ് കറക്റ്റാണ്. പിന്നെ എന്താണ് എഫ് ഓഫ് ഇയോ, ഇതും പോസിറ്റീവാണ്, എ പോസിറ്റീവ്. പിന്നെ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം, കാരണം ഈക്വൽ ടു ടച്ച് ചെയ്തിട്ടും പോവാം. ഇവിടെ ആണെങ്കിലോ സ്വാഭാവികമായിട്ടും എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് നെഗറ്റീവ്, എഫ് ഓഫ് ഇ ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. ഓക്കെ, എ ദാറ്റ് ഈസ് ലെസ് ദാൻ 0. പിന്നെ എന്താ ഉള്ളത്, ദാറ്റ് ഈസ് ഡി ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ഡിസ്ക്രിമിനൻറ്റ്. ഇവിടെ നിന്ന് രണ്ടാളും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും കോമൺ ആയിട്ട് പറയാണ്. ആക്ച്വലി യൂണിയൻ ആണ് ചെയ്യുന്നത്, പക്ഷേ യൂണിയൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കേസസ് സിമിലർ ആയിട്ടുള്ള കേസസ് ആക്കും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോക്കി നോക്ക്, എനിക്ക് എ ഇൻറ്റു
എഫ് ഓഫ് ഡി അവിടെ നോക്കി നോക്ക്. അപ്പോൾ ഞാൻ പറയും എ ഇൻറ്റു എഫ് ഓഫ് ഡി നിങ്ങൾ ചെയ്ത് നോക്ക്. ദാറ്റ് ഈസ് രണ്ടുപേരും ഒരേ സൈനാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. പിന്നെ എ ഇൻറ്റു എഫ് ഓഫ് ഇ അതും ഒരേ സൈനാണ് വരുന്നത്, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 വരും. പിന്നെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ നിന്ന് തന്നെ എ നോട്ട് ഈക്വൽ 0 വരുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള ഓപ്ഷൻ ദാറ്റ് ഈസ് ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. പിന്നെ ഒരു കാര്യം ഇവിടെ മറന്നുപോയി. ദാറ്റ് ഈസ് ഇവിടെ എന്താണ് വെർട്ടെക്സ് അല്ലേ, അതെന്ന് പറഞ്ഞാൽ എന്താ ഡിയുടെയും ഇടയിൽ -b/2a അത് ഇയുടെയും പിന്നെന്താണ് ഡിയുടെയും ഇടയിലാണ്. അത് ഇവിടെയും സിമിലർ തന്നെയല്ലേ ഉണ്ടാവാൻ. അപ്പം ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ കൂടി, നാലാമത്തെ കണ്ടീഷൻ ദാറ്റ് ഈസ് -b/2a അത് എന്തിനിടയിലാണ്, ഡിയുടെയും ഡി അല്ല ആദ്യം ഇ അല്ല എഴുതണ്ടേ, ഇയുടെയും ഡിയുടെയും ഇടയിലാണ്. അപ്പോൾ ഇത്രയും 4 കണ്ടീഷൻസാണ് ഉള്ളത്. ഇവ രണ്ടാളെ നമ്മൾ യോജിപ്പിച്ചപ്പോൾ അപ്പോഴും ഡൗൺവേർഡും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ നോക്കുക. ആൽഫ ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. സോ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന രീതിയിൽ വരണ്ട, ജസ്റ്റ് ഡി ഗ്രേറ്റർ ദാൻ 0 മതി. അതാണ് ഈ ഒരു വേർഡ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ശരി. പിന്നെ -6. ഓക്കെ, ഇവർ രണ്ടാളും 6ഉം 1ൻ്റെയും ഇടയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് ആൽഫ ബീറ്റ. ദാറ്റ് മീൻസ് ഒന്നാമത് അപ്പോഴും പാരബോളയാണ് ഒബ്വിയസ്ലി കിട്ടിയിട്ടുണ്ട്. -6 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ പാരബോള എങ്ങനെ ഇത് 1 ആയതുകൊണ്ട് ശരി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റൂട്ട്സ് ഉള്ളത് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇവരുടെ ഇടയിലാണ് റൂട്ട്സ് ഉള്ളത്. കറക്റ്റ് ആണല്ലോ? ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻ പറയാൻ പറ്റും? ഐ കുഡ് സേ ദാറ്റ് എ ഇൻറ്റു എഫ് ഓഫ് -6 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. കറക്റ്റാണ്. അതേപോലെ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആട്ടോ. അപ്പോൾ ഞാനിനി എ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. കറക്റ്റ്. ആൻഡ് എഫ് ഓഫ് 1 ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. പിന്നെന്താ ഉള്ളത് ഇൻഫോർമേഷൻ? ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഇതുണ്ട്. ഇനി -b/2a അതാണ് വെർട്ടെക്സ്, അത് 1ൻ്റെയും -6ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക, ഉത്തരമായി. സോ എഫ് ഓഫ് -6 ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തു. ഇനി എഫ് ഓഫ് എക്സ് കൊടുക്കുക, -6 കൊടുക്കുക, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 അപ്ലൈ ചെയ്യുക, എല്ലാം അപ്ലൈ ചെയ്യുക, ഉത്തരം കിട്ടും. ലാസ്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ മതി, എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടും. നമ്മൾ ലാസ്റ്റത്തെ ആണ്, 5th ആണ്. നോക്കാം. 1 റൂട്ട് ഇസ് ലെസ് ദാൻ ഡി. അപ്പോൾ ഒരു റൂട്ട് ഡീനേക്കാളും ചെറുതാവുമല്ലോ. ഓക്കെ, അത് വരെ വരക്കാം. ഡി ഉണ്ട്, ഇ ഉണ്ട്. ഒരു റൂട്ട് ഡീനേക്കാളും ചെറുതാണ്, ഒരു റൂട്ട് ഇനേക്കാളും വലുതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇങ്ങനെ ചിന്തിക്കാം. ഇങ്ങനെ ആയിക്കൂടെ? ആവാം. ദിസ് ഈസ് അപ്വേർഡ് കേസ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? അതിൻ്റെ ആവശ്യം ചിന്തിച്ച് നോക്ക്. വേണ്ട, ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നോക്കി നോക്കുക, എഫ് ഓഫ് ഡി നെഗറ്റീവ്, ഇവിടെ എഫ് ഓഫ് ഇ നെഗറ്റീവ്, എന്തായാലും നെഗറ്റീവാണ്. പിന്നെ അപ്വേർഡാണ് നമ്മൾ അസ്യൂം ആണ്, എ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ആവുന്ന സമയത്ത് വി കുഡ് ഒബ്വിയസ്ലി സേ ദാറ്റ് മുകളിലോട്ടേക്ക് എന്തായാലും പോകും. സോ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിന് നോൺ നീഡാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നോക്കി നോക്കുക, എവിടെയാണ് നോൺ നീഡ്, എവിടെയാണ് ആവശ്യമുള്ളത് നമുക്ക് തിരിയുന്നുണ്ട് അല്ലേ? ആ ഒരു കറക്റ്റ് മെത്തേഡുകൾ തിരിയുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ? ആദ്യം അപ്വേർഡിനെ നോക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് ഡി സ്വാഭാവികമായിട്ടും നെഗറ്റീവ്, എഫ് ഓഫ് ഇ നെഗറ്റീവ്, എ നെഗറ്റീവ്, സോറി എ പോസിറ്റീവ്, ദിസ് അപ്വേർഡ് പാരബോള. ഓക്കെ, പിന്നെ -b/2 അതിൻ്റെ ഒന്നും കാര്യമില്ല, കാരണം വെച്ചാൽ ഇത് എവിടെയാണ് ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. -b/2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുണ്ടെങ്കിൽ ഇതിനായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എന്താ പറയാൻ പറ്റുക? ഐ കുഡ് സേ ദാറ്റ് എ ഇൻറ്റു എഫ് ഓഫ് ഡി അതെന്തായാലും നെഗറ്റീവ്, കാരണം അവർ രണ്ടാളും സൈൻ ഡിഫറെൻറ്റാണ്. അതേപോലെ എ ഇൻറ്റു എഫ് ഓഫ് ഇ അതെന്താണ്, അതും നെഗറ്റീവാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് ഇവർ രണ്ടാളും യോജിപ്പിച്ചിട്ട്, ഈ പറഞ്ഞ 2 കണ്ടീഷൻസ് യോജിപ്പിച്ചിട്ട്. ഇനി അടുത്ത ഡി ഇ അപ്പോഴും പാരബോള ആയിക്കൂടെ? അപ്പോഴും പാരബോള ആയി. അപ്പോഴും പാരബോളയിൽ എന്താ പറയാൻ പറ്റുക? എഫ് ഓഫ് ഡി അത് സ്വാഭാവികമായിട്ട് പോസിറ്റീവ്. നോക്കി നോക്കുക, എഫ് ഓഫ് ഇ പോസിറ്റീവ്, അതേപോലെ ഇയാളും പോസിറ്റീവാണ്, എ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമില്ല. സോ എഫ് ഓഫ് ഡി ഇൻറ്റു എ ദാറ്റ് ഈസ് നെഗറ്റീവ്, കാരണം രണ്ടുപേരും ഓപ്പോസിറ്റ് സൈൻ വരുന്നുണ്ട്. പിന്നെ എഫ് ഓഫ് ഇ ഇൻറ്റു എ ദാറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ആ രണ്ടും കൂട്ടിച്ചേർത്തിട്ട് ഉള്ള ഇൻഫോർമേഷൻസ് ഇതാ, എ ഇൻറ്റു എഫ് ഓഫ് ഡി ദാറ്റ് ഈസ് നെഗറ്റീവ്, എ ഇൻറ്റു എഫ് ഓഫ് ഇ നെഗറ്റീവ്. ഇത് മാത്രമേ 2 കണ്ടീഷൻസ് മാത്രം അപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ, അതാ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ നേരെ ഡയറക്റ്റ് എക്സാമ്പിൾ കിട്ടുന്നുണ്ട്, അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ.